ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓർബിറ്റിംഗ് ഡ്രീംസ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എജുപോർട്ട് ആപ്പിലെ എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ളതാണ്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 10th എജുപോർട്ടിൻ്റെ ആപ്പിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. എജുപോർട്ടിൻ്റെ ഫസ്റ്റത്തെ ബാച്ച് ഏപ്രിലിൽ തുടങ്ങിയത് മുതൽ ഞാൻ ആപ്പിലുണ്ടായിരുന്നു. എജുപോർട്ടിലെ 10th ട്യൂഷൻ ബാച്ച് അല്ലാതെ ഞാൻ എജുപോർട്ടിലെ സ്കോളർഷിപ്പോടെ കിട്ടുന്ന ഫൗണ്ടേഷൻ ബാച്ചിലും കൂടി ഉണ്ടായിരുന്നു. ഫൗണ്ടേഷൻ ബാച്ചിന് മാത്രമാണ് മെറ്റീരിയൽസ് ഉള്ളത്. നോർമൽ ട്യൂഷൻ മെറ്റീരിയൽസ് ഇല്ല. അത് ഫൗണ്ടേഷൻ ബാച്ചിലെ മെറ്റീരിയൽസ് പറയുന്നത് ഫൗണ്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലാതെ നമ്മുടെ സിലബസുമായിട്ടുള്ളതായിരിക്കില്ല. അതിന് മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ആയിരിക്കും മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് 4 സബ്ജക്റ്റിൻ്റെ ഫൗണ്ടേഷൻ ബാച്ചിലെ മെറ്റീരിയൽസ്. ഫൗണ്ടേഷൻ ബാച്ച് ഞാൻ ചേർന്നിരുന്നത് നമ്മുടെ സിലബസ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ നമ്മുടെ സിലബസിൽ കുറച്ച് കാര്യങ്ങൾ വന്നെങ്കിലും മുഴുവനും നമ്മുടെ സിലബസാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഫൗണ്ടേഷൻ ബാച്ച് നല്ലതാണ്, അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ. അല്ലാത്തൊരു കുട്ടിക്ക് അത് ചിലപ്പം ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നുമായിരിക്കും. പിന്നെ ആപ്പിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ, ആപ്പിലത്തെ ഡെയിലി ടാസ്ക് ഉണ്ടാവും എപ്പോഴും. ഞായറാഴ്ച ഉണ്ടാവില്ല. ഡെയിലി ടാസ്ക് എന്ന് വെച്ചിട്ട് ഓരോ ആപ്പിൽ ക്ലാസ് നടക്കുന്നത് പോർഷൻസ് ആയിട്ടാണ്. ഒരു ചാപ്റ്റർ തന്നെ കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. അത് ഓർഡർ ആയിട്ടായിരിക്കും ഡെയിലി ടാസ്ക് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവുന്നത്. നമുക്ക് പെൻഡിങ് ടാസ്ക്, നമ്മളിപ്പോൾ ഒരു ദിവസത്തെ ടാസ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഡെയിലി ടാസ്കിൻ്റെ കുറച്ച് മുകളിലായിട്ട് തന്നെ പെൻഡിങ് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നതുണ്ടാവും. ആപ്പിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഫോൾഡറിൽ ഉണ്ടാവുന്നതായിരിക്കും. ഓരോ ചാപ്റ്റർ വൈസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ വീക്ക്ലി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. എക്സാം എടുക്കാറാവുമ്പോൾ മോഡൽ ടെസ്റ്റ് ഉണ്ടാവും. 10th ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ മോഡൽ ടെസ്റ്റ് തന്നെ ഉണ്ടാവും. അത് പക്ഷേ നമ്മൾ സിൻസിയറായിട്ട് ചെയ്യേണ്ടതായിരിക്കും. കാരണം നമുക്ക് അത് ആപ്പിൽ ചെയ്യേണ്ടതല്ല, ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നിട്ട് മെൻറ്റർ വഴി നമ്മൾ മെൻറ്ററിന് അയച്ചു കൊടുക്കുമായിരിക്കും വേണ്ടത്. പിന്നെ ആപ്പിലും യൂട്യൂബിലും ഏകദേശം ഒരേപോലത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. ആപ്പിൽ പക്ഷേ എല്ലാത്തിനും മുൻപേ ബേസ് തുടങ്ങുന്നുണ്ട്, ഓരോ പാർട്ടായിട്ട്. യൂട്യൂബിൽ എടുക്കുന്നതാണെങ്കിൽ എക്സാമിൻ്റെ മുൻപേ മാരത്തോണായിട്ടോ ഫുൾ ചാപ്റ്റർ റിവിഷനായിട്ടോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആപ്പിൽ ചേരുന്നത് അത്യാവശ്യം നല്ലത് തന്നെയാണ്. നേരത്തെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അടുത്തത് ആപ്പിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ എജുപോർട്ടിൻ്റെ ആപ്പ്. ഇവിടെ നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കൊല്ലമായിരുന്നു ഞാൻ ഈ കോഴ്സിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലത്തെ കോഴ്സ് ഈ കൊല്ലം തുടങ്ങിയപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ട് ചേർന്നതാണെങ്കിൽ ഇവിടെ ഒരു കീ ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ഏതാണ് ചേർന്നത് അതിൻ്റെ കീ ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് ആപ്പിലേക്ക് കയറുമ്പം സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ഓരോ സബ്ജക്റ്റിലും എല്ലാത്തിൻ്റെ ക്ലാസ്സസ് ഉണ്ടാവും. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഓരോരോ പോർഷൻസ് വെച്ചിട്ടാണ് ഇവർ ക്ലാസ് ഇടുന്നത്. ഇത് റിയലി വേർത്ത് ഇറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി ക്ലാസ്സസ് ഒന്നും കാണാൻ കഴിയാത്തത് ഇപ്പോൾ ഞാൻ ചേർന്നിട്ടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇത് ഇപ്പോൾ എക്സാംസ് ഒന്നുമില്ല, അതുകൊണ്ട് എക്സാംസിൻ്റെ ഫോൾഡറും ക്ലോസ്ഡ് ആണ്. ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ ടാസ്ക് കാണിക്കും. ഈ യു ഹാവ് നോ ടാസ്ക് ടുഡേ എന്നുള്ളതിൻ്റെ സ്ഥലത്ത് നമുക്ക് ടാസ്കുകൾ ഡെയിലി എത്ര ക്ലാസ്സുകൾ കാണണം എന്നുള്ള ടാസ്കുകൾ ഉണ്ടാകും. ഇവിടെ നമ്മൾ പെൻഡിങ് ടാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, പെൻഡിങ് ടാസ്ക് ഉണ്ടെങ്കിൽ പെൻഡിങ് ടാസ്ക് ഈ ഫോൾഡറിലാണ് കാണിക്കുന്നത്. ഇത് ഡേ ബൈ ഡേ എല്ലാ ദിവസവും ഇവരൊരു ടാസ്ക് ഇടുന്നുണ്ട്. ടാസ്ക് ഇല്ലാത്ത ദിവസം ഇങ്ങനെ വരും. ഈ ഫോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും നോട്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ആവുന്നതാണ്. ഇത് അനാലിസിസ്, നമ്മൾ എത്ര എഫേർട്ട് എടുത്തു, എത്ര പഠിച്ചു എന്നുള്ളത്, എത്ര ടൈം നമ്മൾ പഠിച്ചു എന്നുള്ളത്, എത്ര സബ്ജക്റ്റിൻ്റെ പോർഷൻസ് കവർ ചെയ്തു എന്നുള്ളതൊക്കെ ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഈ സ്കോർ ബോർഡാണ്. സ്കോർ ബോർഡിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇല്ലല്ലോ, ഇത് 10th ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. സ്കോർ ബോർഡിൽ വീക്ക്ലി, ടുഡേ, മന്ത്ലി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റും സെക്കൻഡൊക്കെ ഉണ്ടാവും. ഇത് സ്റ്റാർട്ടർ സ്ട്രൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരാഴ്ച എത്ര കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നമ്മൾ എത്ര എഴുതിയെങ്കിലും അതിനകത്ത് 8, 14 അങ്ങനെ കുറേ നമ്പർ വരും.
റിസോഴ്സസിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ലൈവ്സ്, നമുക്ക് യൂട്യൂബിൽ നടക്കുന്ന ലൈവ്സിൻ്റെ നോട്ട്സും ലൈവ്സൊക്കെ ഈ ഫോൾഡറിലാണ് കിട്ടുന്നത്. പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. സൗണ്ട് വേവ്സ് ഫസ്റ്റത്തെ ഫിസിക്സ് ചാപ്റ്റർ അതിൻ്റെയൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ ലൈബ്രറിയില്ലാത്ത മൈ നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലാസ് കാണുന്നതിൻ്റെ നടുക്കോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ നടുക്കോ ഡൗട്ട് വന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോൾഡറിലാണ് ഫില്ലാവുന്നത്. ബുക്ക് മാർക്സ് എന്ന് പറയുന്നത് നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ ഈ ഒരു ലോഗോ ഉണ്ടാവും. ഈ ഒരു ലോഗോ വെച്ചിട്ട് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അത് ഈ ഫോൾഡറിലും. പിന്നെ മിസ്റ്റേക്ക് ബുക്ക് നമ്മൾ എത്ര മിസ്റ്റേക്ക് വരുത്തി എന്നുള്ളതും. എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് എക്സാംസിൻ്റെയും ഒരു അനാലിസിസ് ആയിരിക്കും. ഈ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മളെ ബാക്കിയുള്ള ആപ്സൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിയുള്ള ആപ്സൊക്കെ ബ്ലോക്ക് ആകും. എന്ന് വെച്ചാൽ നമുക്ക് ആ ബാക്കിയുള്ള ആപ്സിലേക്ക് കയറാനാവില്ല. ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ക്ലാസ്സസ് ആണ്. നമ്മൾ ക്ലാസ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്പിലെ സ്റ്റുഡൻസിനാണെങ്കിൽ ഈ ഡൗട്ട് ക്ലിയറൻസ് നടക്കുന്നത് ഓരോ ടീച്ചേഴ്സിൻ്റെയും നമ്പർ നമുക്ക് കയ്യിൽ തരും. ഇതാണ് നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ ഓരോ ദിവസവും ആരെല്ലാം നമ്പേഴ്സാണ് ഉള്ളത്, ആരെല്ലാം ക്ലാസ്സസ് ആണ്, ഡൗട്ട് ക്ലിയറൻസ് ആണ് ഉള്ളത് എന്നനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഇതിൻ്റെ അകത്ത് ആക്കേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാനിഷ് സാറ് 3 മണി to 5 മണിയാണ്. അപ്പോൾ ഇത്ര സമയം കൊണ്ട് ഈ മൺഡേയിൽ ഡാനിഷ് സാറെ വിളിച്ചാൽ ഡൗട്ട് ക്ലിയർ ചെയ്തു തരും. വിളിച്ചാലല്ല, മെസ്സേജ് അയച്ചാൽ. റെഗുലർ എക്സാം നമുക്ക് വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ നമുക്കറിയാം എജുപോർട്ടിൻ്റെ അകത്ത് മെറ്റീരിയൽ തരുന്നില്ല. അതുകൊണ്ട് PDF ആയിട്ടാണ് ഇന്ന് മെറ്റീരിയൽ ഉണ്ടാകുന്നത്. ഈ ഇംഗ്ലീഷിൻ്റെ മെറ്റീരിയൽസിലാണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഉണ്ടാകും. എന്ന് വെച്ചാൽ ആക്ടിവിറ്റീൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് തന്നെ ഉണ്ടാവും. IT നോട്ട്സ് എന്ന് പറഞ്ഞാൽ ITയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ITയിലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. 1 വേർഡ് ടൈപ്പാണ് ഉണ്ടാകുന്നത്. 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ആപ്പിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ലാംഗ്വേജസ് നോക്കുന്നതാണെങ്കിൽ ലാംഗ്വേജസിൻ്റെ എക്സ്പ്ലനേഷൻസിൻ്റെ വേറെ വീഡിയോ, ഇൻട്രൊഡക്ഷൻ വേറത്, പിന്നെ ആ ചാപ്റ്ററിൻ്റെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളിലുള്ള ഒരു വീഡിയോ, സമ്മറി, പിന്നെ മേജർ തീംസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഈ ആപ്പിൽ കിട്ടുന്നതായിരിക്കും. ഇതാണ് എജുപോർട്ടിൻ്റെ ആപ്പ്. അതുപോലെ തന്നെ എനിക്ക് എജുപോർട്ടിൽ ചേർന്നിട്ട് ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. 1 മാസത്തിൽ 2 തവണ എന്ന പോലെ മെൻറ്ററും കോൺടാക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എക്സാംസിൻ്റെ മുന്നേയും എക്സാംസിന് ശേഷവും അതിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടും മോട്ടിവേഷനായിട്ടെല്ലാം മെൻറ്റേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. മെൻറ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എക്സാംസ് എപ്പോഴൊക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു. ഇതാണ് എനിക്ക് എജുപോർട്ടിനെ കുറിച്ചുള്ള ഒരു റിവ്യൂയും എൻ്റെ എക്സ്പീരിയൻസും. എജുപോർട്ട് ചൂസ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെ ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കൊരു റിഗ്രറ്റും തോന്നിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ബെറ്റർ ഓപ്ഷൻ തന്നെ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.